ഓം ശാന്തി 24/9/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനായി. എത്ര നിങ്ങൾ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. ചോദ്യം: നിങ്ങളുടെ സത്യത്തിന്റെ തോണിയിൽ കൊടുങ്കാറ്റ് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ഈ സമയത്ത് അപരന്മാർ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ചിലർ സ്വയം ഭഗവാനാണെന്ന് പറയുന്നു, ചിലർ മന്ത്രവും തന്ത്രവും കാണിക്കുന്നു. അതിനാൽ മനുഷ്യർക്ക് സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സത്യത്തിന്റെ തോണിയെ ഇളക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മുടെ സത്യത്തിന്റെ തോണി ഒരിക്കലും മുങ്ങില്ല. ഇന്നാര് വിഘ്നമിടുന്നോ നാളെ അവർ മനസ്സിലാക്കും സദ്ഗതിയുടെ വഴി ഇവിടെയാണ് ലഭിക്കുക എന്ന്. എല്ലാവർക്കുമായി ആകെ ഈ ഒരു കടയേ ഉള്ളൂ. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി അഥവാ ആത്മാക്കളെ പ്രതിയാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ആത്മാവാണ് കാതുകളിലൂടെ കേൾക്കുന്നത്. ധാരണയുണ്ടാകുന്നത് ആത്മാവിലാണ്. ബാബയുടെ ആത്മാവിലും ജ്ഞാനം നിറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ ജന്മത്തിൽ ആത്മാഭിമാനിയായി മാറണം. ഭക്തിമാർഗത്തിലെ 63 ജന്മങ്ങളിൽ നിങ്ങൾ ദേഹാഭിമാനികളായാണ് കഴിഞ്ഞത്. ആത്മാവെന്താണ് എന്നത് അറിയില്ലായിരുന്നു. തീർച്ചയായും ആത്മാവുണ്ട്. ആത്മാവ് തന്നെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ദുഃഖവും ആത്മാവിനാണ് ഉണ്ടാകുന്നത്. പതീതാത്മാവ്, പാവനാത്മാവ് എന്ന് പറയാറുണ്ടല്ലോ. പതീത പരമാത്മാവ് എന്ന് ഒരിക്കലും കേട്ടിട്ടില്ല. അഥവാ സർവരുടെയും ഉള്ളിൽ പരമാത്മാവുണ്ടെങ്കിൽ പരമാത്മാവ് പതീതമാകില്ലേ? അതിനാൽ മുഖ്യ കാര്യം ആത്മാഭിമാനിയായി മാറുക എന്നതാണ്. ആത്മാവ് എത്ര ചെറുതാണ്, അതിലെങ്ങനെയുള്ള പാർട്ട് നിറഞ്ഞിരിക്കുന്നു, ഇത് ആർക്കും അറിയില്ല. നിങ്ങൾ പുതിയ കാര്യങ്ങൾ കേൾക്കുകയാണ്. ഈ ഓർമ്മയുടെ യാത്രയും ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇതിൽ പരിശ്രമവുമുണ്ട്. അടിക്കടി സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണോ ഈ എമർജൻസി ലൈറ്റ് ഉള്ളത്, ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ പിന്നീട് ചാർജ് ചെയ്യുന്നു. ബാബയാണ് ഏറ്റവും വലിയ പവർ. ആത്മാക്കൾ എത്ര അധികമാണ്! എല്ലാവർക്കും ആ പവറിൽ നിന്ന് നിറയ്ക്കണം. ബാബയാണ് സർവശക്തിവാൻ. നമ്മൾ ആത്മാക്കൾക്ക് ബാബയുമായി യോഗമില്ലെങ്കിൽ എങ്ങനെ ബാറ്ററി ചാർജ് ആവും? ഡിസ്ചാർജ് ആവുന്നതിന് മുഴുവൻ കൽപ്പവും എടുക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാറ്ററി ചാർജ് ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഡിസ്ചാർജായി. ഇപ്പോൾ വീണ്ടും ചാർജ് ചെയ്യണം. എങ്ങനെ? ബാബ പറയുന്നു, എന്നോടൊപ്പം യോഗം വയ്ക്കൂ. ഇത് വളരെ സഹജമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ബാബ പറയുന്നു, ബുദ്ധിയോഗം എന്നിൽ വയ്ക്കൂ. എങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ പവർ നിറയുകയും നിങ്ങൾ സതോപ്രധാനമാവുകയും ചെയ്യും. പഠിപ്പ് സമ്പാദ്യമാണ്. ഓർമ്മയിലൂടെ നിങ്ങൾ പാവനമായി മാറുന്നു. ആയുസ് വർദ്ധിക്കും. ബാറ്ററി ചാർജ് ആവും. ഓരോരുത്തരും നോക്കണം എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ബാബയെ മറക്കുന്നതിനാലാണ് ബാറ്ററി ഡിസ്ചാർജ് ആവുന്നത്. ആരുടേതും സത്യമായ കണക്ഷൻ അല്ല. സത്യമായ കണക്ഷൻ നിങ്ങൾ കുട്ടികളുടേതാണ്. ബാബയെ ഓർമ്മിക്കാതെ എങ്ങനെ ജ്യോതി തെളിയും? ജ്ഞാനവും ഒരേ ഒരു ബാബയാണ് തരുന്നത്. നിങ്ങൾക്കറിയാം, ജ്ഞാനം പകലാണ്, ഭക്തി രാത്രിയാണ്. പിന്നീട് രാത്രിയോട് വൈരാഗ്യമുണ്ടാകുന്നു, ശേഷം പകലുണ്ടാകുന്നു. ബാബ പറയുന്നു, രാത്രിയെ മറക്കൂ, ഇപ്പോൾ പകലിനെ ഓർമ്മിക്കൂ. സ്വർഗമാണ് പകൽ, നരകമാണ് രാത്രി. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ചൈതന്യത്തിലാണ്. ഈ ശരീരമാണെങ്കിൽ നശിക്കുന്നതാണ്.
മണ്ണിൽ നിന്നും ഉണ്ടാകുന്നു, മണ്ണിലേക്ക് തന്നെ കലരുന്നു. ആത്മാവ് അവിനാശിയാണല്ലോ. ബാറ്ററി ഡിസ്ചാർജ് ആവുന്നു. ഇപ്പോൾ നിങ്ങൾ എത്ര വിവേകശാലികളാവുന്നു. നിങ്ങളുടെ ബുദ്ധി വീട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പോൾ സൂക്ഷ്മവതനത്തെക്കുറിച്ചും മനസ്സിലായി. അവിടെ 4 ഭുജങ്ങളുള്ള വിഷ്ണുവിനെ കാണിക്കുന്നു. ഇവിടെയാണെങ്കിൽ 4 കൈകളില്ല. ബ്രഹ്മ സരസ്വതി പിന്നീട് ലക്ഷ്മി നാരായണനായി മാറുന്നു. അതിനാലാണ് വിഷ്ണുവിന് 4 കൈകൾ കാണിക്കുന്നത് എന്നത് ആരുടെ ബുദ്ധിയിലും ഇല്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ആത്മാവിൽ തന്നെയാണ് സംസ്കാരം നിറയുന്നത്. ആത്മാവ് തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്നും പിന്നീട് സത്തോ പ്രധാനമായി മാറുന്നത്. ആത്മാക്കൾ തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. ഓ ബാബ, ഞങ്ങളുടെ ചാർജ് കാലിയായിരിക്കുന്നു. ഇപ്പോൾ അങ്ങ് വരൂ. ഞങ്ങൾക്ക് ചാർജ് ആവണം. ബാബ ഇപ്പോൾ പറയുന്നു, എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും ശക്തിയുണ്ടാകും. ബാബയോട് വളരെയധികം സ്നേഹമുണ്ടാകണം. ബാബ, ഞങ്ങൾ അങ്ങയുടേതാണ്. അങ്ങയുടെ കൂടെ തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. എങ്ങനെയാണോ അച്ഛന്റെ വീട്ടിൽ നിന്ന് ഭർത്തർ പിതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെയാണ്. ഇവിടെ നിങ്ങളെ അലങ്കരിക്കാൻ 2 അച്ഛന്മാരെ ലഭിച്ചിട്ടുണ്ട്. അലങ്കാരവും വളരെ നന്നായിരിക്കണം. അർത്ഥം സർവഗുണ സമ്പന്നനായി മാറണം. സ്വയം തന്നോട് തന്നെ ചോദിക്കണം, എന്നിൽ ഒരവഗുണവും ഇല്ലല്ലോ. മനസ്സിൽ എന്ത് കൊടുങ്കാറ്റ് വന്നാലും ശരി, കർമ്മണ അത് പുറത്തു വരുന്നില്ലല്ലോ. ആർക്കും ദുഃഖം നൽകുന്നില്ലല്ലോ. ബാബ ദുഃഖം മാറ്റി സുഖം നൽകുന്നവനാണ്. നമ്മളും എല്ലാവർക്കും സുഖത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കണം. ബാബ വളരെയധികം യുക്തികൾ പറഞ്ഞു തരുന്നു. നിങ്ങൾ സേനയാണ്. നിങ്ങളുടെ പേര് പ്രജാപിത ബ്രഹ്മകുമാരി കുമാരന്മാർ എന്നതാണ്. ആര് വന്നാലും അവരോട് ആദ്യം ചോദിക്കൂ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ആരുടെ അടുത്തേക്കാണ് വന്നത്. പറയും, ഞങ്ങൾ BKയുടെ അടുത്തേക്കാണ് വന്നത്. ശരി, ബ്രഹ്മാവ് ആരാണ്? പ്രജാപിത ബ്രഹ്മാവിന്റെ പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, നിങ്ങളും പ്രജാപിതാവിന്റെ കുട്ടികൾ തന്നെയാണ്. എല്ലാവരും പ്രജകളാണല്ലോ. നിങ്ങളുടെ അച്ഛനാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലെന്ന് മാത്രം. ബ്രഹ്മാവും തീർച്ചയായും ആരുടെയെങ്കിലും കുട്ടിയായിരിക്കുമല്ലോ. അവരുടെ അച്ഛന്റെ ശരീരം കാണാൻ കഴിയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ ഇവർ 3 പേരുടെയും മുകളിലാണ് ശിവബാബ. 3 പേരുടെയും രചയിതാവിനെ ത്രിമൂർത്തി ശിവൻ എന്നാണ് പറയുന്നത്. മുകളിൽ ഒരേ ഒരു ശിവബാബ, പിന്നീട് 3 പേർ. എങ്ങനെയാണോ ശാഖയുള്ളത് അതുപോലെ ബ്രഹ്മാവിന്റെ അച്ഛൻ തീർച്ചയായും ഭഗവാൻ തന്നെ ആയിരിക്കും. ബാബ ആത്മാക്കളുടെ പിതാവാണ്. ശരി, പിന്നീട് ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു? ബാബ പറയുന്നു, ഞാൻ ഇവരിൽ പ്രവേശിച്ച് ഇവർക്ക് ബ്രഹ്മാവ് എന്ന് പേര് വെക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കും പേര് വെച്ചതുപോലെ ഇദ്ദേഹത്തിനും ബ്രഹ്മാവ് എന്ന പേര് വെച്ചു. പറയുന്നു, ഇതെന്റെ ദിവ്യവും അലൗകികവുമായ ജന്മമാണ്. നിങ്ങൾ കുട്ടികളെ ദത്തെടുക്കുകയാണ്. ബാക്കി ഇവരിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നു. അതിനാൽ ഇവർ ബാബ്ദാദയാണ്. ആരിലാണോ പ്രവേശിച്ചത് അവരിലും ആത്മാവുണ്ടല്ലോ. അവരുടെ വലതുവശത്ത് വന്നിരിക്കുന്നു. 2 ആത്മാക്കളുടെ പാർട്ട് ഇവിടെ വളരെയധികം നടക്കുന്നുണ്ട്. ആത്മാവിനെ വിളിക്കുമ്പോൾ ആത്മാവ് എവിടെയാണ് വന്നിരിക്കുന്നത്? തീർച്ചയായും ബ്രാഹ്മണന് അടുത്തായിരിക്കും വന്നിരിക്കുക. ഇവിടെയും 2 ആത്മാക്കളാണ്, ബാബയും ദാദയും. ഇവരെക്കുറിച്ച് ബാബ പറയുന്നു, ഇവർക്ക് തന്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ല. നിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ സ്മൃതി ഉണർന്നു. കൽപ്പകൽപ്പം
84ന്റെ ചക്രം കറങ്ങിയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു പോകുന്നു. ഇതാണ് സംഗമയുഗം. ഇപ്പോൾ ട്രാൻസ്ഫർ ആവുകയാണ്. യോഗത്തിലൂടെ നിങ്ങൾ സതോ പ്രധാനമായി മാറും. ബാറ്ററി ചാർജാകും. പിന്നീട് സത്യയുഗത്തിലേക്ക് വരും. ബുദ്ധിയിൽ മുഴുവൻ ചക്രവും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശദീകരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല. വൃക്ഷത്തിനും ആയുസ്സുണ്ട്. പിന്നീട് അത് ഉണങ്ങുന്നു. ഇവിടെയും മുഴുവൻ മനുഷ്യരും ഉണങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പരസ്പരം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ശരീരം നശിച്ചുപോകും. ബാക്കി ആത്മാക്കൾ തിരിച്ചുപോകും. ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ കഴിയില്ല. ബാബ തന്നെയാണ് വിശ്വത്തിന്റെ ചക്രവർത്തി പദം നൽകുന്നത്. എങ്കിൽ ബാബയെ എത്ര ഓർമ്മിക്കണം? ഓർമ്മയിലിരിക്കാത്തതിനാൽ മായയുടെ അടി കൊള്ളുന്നു. ഏറ്റവും വലിയ അടി വികാരത്തിന്റേതാണ്. യുദ്ധത്തിന്റെ മൈതാനത്തിൽ നിങ്ങൾ ബ്രാഹ്മണരാണ് ഉള്ളത്. അതിനാൽ നിങ്ങൾക്ക് നേരെ തന്നെയാണ് കൊടുങ്കാറ്റടിക്കുക. പക്ഷെ ഒരു വികർമ്മവും ചെയ്യരുത്. വികർമ്മം ചെയ്താൽ തോറ്റുപോയി. ബാബയോട് ചോദിക്കുന്നു, ഇത് ചെയ്യേണ്ടതായി വരുന്നു. കുട്ടികൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദേഷ്യം വരുന്നു. കുട്ടികളെ നല്ല രീതിയിൽ സംരക്ഷിക്കൂ, ഇല്ലെങ്കിൽ മോശമായി മാറും. പരിശ്രമിക്കൂ, അടിക്കരുത്. ഉരലിൽ കെട്ടിയിട്ടതായി കൃഷ്ണനെക്കുറിച്ചും കാണിച്ചിട്ടില്ലേ? കയറുകൊണ്ട് കെട്ടിയിടൂ, ഭക്ഷണം കൊടുക്കണ്ട. കരഞ്ഞു കരഞ്ഞ് അവസാനം പറയും, ശരി, ഇനി ചെയ്യില്ല. കുട്ടിയാണ്, പിന്നെയും ചെയ്യും. പറഞ്ഞു കൊടുക്കണം. ബാബയും കുട്ടികൾക്ക് പഠിപ്പ് നൽകുന്നു. കുട്ടികളെ ഒരിക്കലും വികാരത്തിലേക്ക് പോകരുത്. കുലം കളങ്കപ്പെടുത്തുന്നവരായി ഒരിക്കലും മാറരുത്. ലൗകികത്തിലും അഥവാ മോശമായ പുത്രനുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയാറില്ലേ, ഇവൻ മുഖം കറുപ്പിച്ചല്ലോ, കുലം കളങ്കപ്പെടുത്തിയല്ലോ. തോൽവിയും ജയവും, ജയവും തോൽവിയും സംഭവിച്ച് അവസാനം വിജയം നേടും. സത്യത്തിന്റെ തോണിയാണ്. അനേകം കൊടുങ്കാറ്റുകൾ വരും. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് അപരന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ചിലർ സ്വയം ഭഗവാൻ എന്ന് പറയുന്നു. ചിലർ എന്തെല്ലാമാണ് പറയുന്നത്. മന്ത്രവും തന്ത്രവിദ്യകളും കാണിക്കുന്നു. സാക്ഷാത്കാരങ്ങളും കാണിക്കുന്നു. ബാബ വന്നിരിക്കുന്നത് സർവരുടെയും സദ്ഗതി ചെയ്യാനാണ്. പിന്നീട് ഈ കാടുമുണ്ടാകില്ല, ഈ കാട്ടിൽ വസിക്കുന്നവരും ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. അറിയാം, ഈ പഴയ ലോകം ശവപ്പറമ്പായി കഴിഞ്ഞു. ആരെങ്കിലും മരിക്കാൻ പോകുന്നവരിൽ മനസ്സ് വെക്കുമോ? ഈ ലോകം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിനാശം സംഭവിച്ചു കഴിഞ്ഞു. പുതിയ ലോകം പഴയതാവുമ്പോഴാണ് ബാബ വരുന്നത്. ബാബയെ നല്ല രീതിയിൽ ഓർമ്മിച്ചാൽ ബാറ്ററി ചാർജാകും. വളരെ നല്ല രീതിയിൽ മുരളി വായിക്കുന്നുണ്ട്. പക്ഷെ ഓർമ്മയുടെ മൂർച്ചയില്ലെങ്കിൽ അതിന് ശക്തിയുണ്ടാകില്ല. മൂർച്ചയുള്ള വാളാവില്ല. ബാബ പറയുന്നു, ഇതൊരു പുതിയ കാര്യമല്ല. 5000 വർഷങ്ങൾക്ക് മുൻപ് വന്നിരുന്നു. ബാബ ചോദിക്കുന്നു, മുൻപ് എപ്പോഴാണ് കണ്ടത്? അപ്പോൾ പറയുന്നു, കൽപ്പം മുൻപ് കണ്ടിരുന്നു. പിന്നീട് ചിലർ പറയും, ഡ്രാമ സ്വതവേ പുരുഷാർത്ഥം ചെയ്യിക്കുമെന്ന്. ശരി, ഇനി ഡ്രാമ പുരുഷാർത്ഥം ചെയ്യിക്കുകയാണെങ്കിൽ ചെയ്യൂ. ഒരു ഭാഗത്ത് തന്നെ ഇരുന്നു പോകരുത്. ആരാണോ കൽപ്പം മുൻപ് പുരുഷാർത്ഥം ചെയ്തത് അവർ ചെയ്യും. ഇപ്പോൾ വരേക്കും ആരെല്ലാം വന്നിട്ടില്ലയോ അവർ വരണം. ആരാണോ മുന്നോട്ടു പോകവേ ഉപേക്ഷിച്ചു പോയത്, ചെന്ന് വിവാഹം കഴിച്ചത്, അവർക്കും ഡ്രാമയിൽ പാർട്ടുണ്ടെങ്കിൽ വീണ്ടും വന്ന് പുരുഷാർത്ഥം ചെയ്യും. അല്ലാതെ എവിടെ പോകാനാണ്? എല്ലാവരും ബാബയിൽ തന്നെ തൂങ്ങേണ്ടി വരും. ഭീഷ്മ പിതാമഹനും അവസാനം വരും എന്നെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എത്ര അഹങ്കാരമാണ്! അവസാനം അവരുടെ അഹങ്കാരം പൂർത്തിയാകും. നിങ്ങളും ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷം പാർട്ട് അഭിനയിക്കുന്നു. രാജ്യം നേടുന്നു, നഷ്ടപ്പെടുത്തുന്നു.
ദിനം പ്രതിദിനം സെന്ററുകൾ വർദ്ധിക്കും. ഭാരതവാസികൾക്ക്, പ്രത്യേകിച്ചും ദേവീ ദേവതകളുടെ പൂജാരിമാർക്ക് മനസ്സിലാക്കി കൊടുക്കണം. സത്യയുഗത്തിൽ ദേവീ ദേവതകളുടെ ധർമ്മമുണ്ടായിരുന്നു. അതിനാലാണ് ദേവതകളുടെ പൂജ ചെയ്യുന്നത്. നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ മഹിമ ചെയ്യുന്നു. അതാരാണ് സ്ഥാപിച്ചത്? അവർ കരുതുന്നു കൃഷ്ണനാണ് സ്ഥാപിച്ചതെന്ന്. അതിനാലാണ് അവരുടെ പൂജ ചെയ്യുന്നത്. നിങ്ങളിലും നമ്പർ വൈസാണ്. ആരെല്ലാം എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യുന്നു. ഗോവർദ്ധന പർവ്വതത്തെ വിരലുകൊണ്ട് ഉയർത്തിയതായി കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത് പഴയ ലോകമാണ്. എല്ലാ വസ്തുക്കളുടെയും ശക്തി ക്ഷയിച്ചിരിക്കുന്നു. ഖനികളിൽ നിന്ന് സ്വർണവും ലഭിക്കുന്നില്ല. സ്വർഗത്തിലാണെങ്കിൽ സ്വർണ കൊട്ടാരങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റ് ബുദ്ധിമുട്ടുന്നു. കാരണം ചെലവ് കൂടുതലാണ്. അവിടെയാണെങ്കിൽ അളവില്ലാത്ത ധനമുണ്ട്. ചുമരുകളിൽ പോലും വജ്രവും രത്നവും പതിച്ചിട്ടുണ്ടാകും. വജ്രം അണിയുന്ന ശീലമുണ്ടാകും. അവിടെ ധനത്തിന് കുറവൊന്നും ഉണ്ടാകില്ല. സമ്പത്തിന്റെ ഖജനാവ് ഉണ്ടാകും. അല്ലാഹുവും അവൽദീനും തമ്മിലുള്ള ഒരു കളിയുണ്ടല്ലോ. വിളക്ക് ഉരയ്ക്കുന്നതിലൂടെ കൊട്ടാരമുണ്ടാകുന്നു. ഇവിടെയും ദിവ്യദൃഷ്ടി ലഭിക്കുന്നതിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരും. അവിടെ രാജകുമാരി കുമാരന്മാരുടെ പക്കൽ ഓടക്കുഴല് പോലും വജ്രം കൊണ്ടുള്ളത് ആയിരിക്കും. ഇവിടെ അങ്ങനെയുള്ള എന്തെങ്കിലും അണിഞ്ഞാൽ ഉടൻ കൊള്ളയടിച്ചിട്ട് പോകും. കത്തികൊണ്ട് കുത്തിയിട്ടിട്ടായാലും എടുത്തുകൊണ്ടു പോകും. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. ഈ ലോകം വളരെ പഴയതും മോശമായതുമാണ്. ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമാണെങ്കിൽ ആഹാ ആഹാ എന്നായിരുന്നു. വജ്രവും രത്നവും കൊണ്ടുള്ള കൊട്ടാരങ്ങളായിരുന്നു. ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ. അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. നമ്മളാണ് ഈ സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. നമ്മൾ എന്തായിരുന്നു? പിന്നീട് ഭക്തിമാർഗത്തിൽ എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പൂജ ചെയ്തത്? ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ എല്ലാം നശിക്കാൻ തുടങ്ങി. പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അതെല്ലാം അവിടെ നിന്ന് കുഴിച്ചെടുത്തുകൊണ്ട് പോയി. ഇപ്പോഴാണെങ്കിൽ ഒന്നുമില്ല. ഭാരതം യാചിക്കുകയാണ്. കടത്തിനുമേൽ കടം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ധാന്യമോ പഞ്ചസാരയോ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ ലോകം മാറണം. പക്ഷെ അതിനു മുൻപ് ആത്മാവിന്റെ ബാറ്ററി സത്തോ പ്രധാനമാക്കി മാറ്റുന്നതിനായി ചാർജ് ചെയ്യണം. ബാബയെ തീർച്ചയായും ഓർമ്മിക്കണം. ബുദ്ധിയുടെ യോഗം ബാബയുമായിട്ടായിരിക്കണം. അവരിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കേണ്ടത്. ഇതിൽ തന്നെയാണ് മായയുമായി യുദ്ധം നടക്കുന്നത്. മുൻപ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയാണോ മറ്റുള്ളവർ, അതുപോലെ തന്നെയായിരുന്നു നിങ്ങളും. നിങ്ങളിപ്പോൾ സംഗമയുഗികളാണ്. എന്നാൽ അവർ എല്ലാവരും കലിയുഗികളാണ്. മനുഷ്യർ പറയുന്നു, ഇവർക്ക് എന്താണോ തോന്നുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനസ്സിലാക്കി കൊടുക്കുന്നതിനും യുക്തികളുണ്ട്. പതുക്കെ പതുക്കെ നിങ്ങളുടെ വൃദ്ധി ഉണ്ടാകും. ഇപ്പോൾ ബാബ വലിയ യൂണിവേഴ്സിറ്റി തുറക്കുകയാണ്. ഇതിൽ മനസ്സിലാക്കി കൊടുക്കുന്നതിന് ചിത്രം ആവശ്യമാണല്ലോ. മുന്നോട്ടു പോകവേ നിങ്ങളുടെ കയ്യിൽ ഈ ചിത്രങ്ങളെല്ലാം ട്രാൻസ്ലൈറ്റിന്റേതാവും. പിന്നീട് മനസ്സിലാക്കി കൊടുക്കുന്നതും നിങ്ങൾക്ക് സഹജമാകും. നിങ്ങൾക്കറിയാം, ബാബയുടെ ഓർമ്മയിലൂടെയും ജ്ഞാനത്തിലൂടെയും നമ്മൾ നമ്മുടെ രാജധാനി വീണ്ടും സ്ഥാപിക്കുകയാണ്. മായ ഇടയിൽ വളരെ വഞ്ചിക്കുന്നു. ബാബ പറയുന്നു, ചതിയിൽ നിന്നും സുരക്ഷിതമായിരിക്കൂ. യുക്തികൾ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നു. മുഖത്തിലൂടെ ഇത്രമാത്രം പറയൂ, അതായത് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. പിന്നീട് നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനായി മാറും. ഈ ബാഡ്ജ് പോലും ഭഗവാൻ സ്വയം നിർമ്മിച്ചതാണ്. എങ്കിൽ ഇതിന് എത്ര ബഹുമാനം നൽകണം?
ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സർവഗുണങ്ങളാലും തന്റെ അലങ്കാരം ചെയ്യണം. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. എല്ലാവർക്കും സുഖത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കണം. 2. മുഴുവൻ ലോകവും ശവപ്പറമ്പായിരിക്കുന്നു. അതിനാൽ ഇതിൽ മനസ്സ് വെക്കരുത്. നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ആവുകയാണ്. നമുക്ക് പുതിയ ലോകത്തിലേക്ക് പോകണം എന്നത് സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. വരദാനം: മായയിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കുന്ന ബാബ്ദാദയുടെ കുടക്കീഴിന്റെ അധികാരിയായി ഭവിക്കട്ടെ. ആരാണോ ബാബ്ദാദയുടെ കളഞ്ഞുപോയി തിരികെ കിട്ടിയ ഓമനയായ മക്കൾ, അവർക്ക് ബാബ്ദാദയുടെ കുടത്തണൽ അധികാര രൂപത്തിൽ പ്രാപ്തമാകുന്നു. ഈ കുടത്തണലിൽ മായയ്ക്ക് വരാനുള്ള ശക്തിയുണ്ടാകില്ല. അവർ സദാ മായയോട് വിജയിക്കുന്നു. ഈ ഓർമ്മയാകുന്ന കുടത്തണൽ സർവവിഘ്നങ്ങളിൽ നിന്നും സുരക്ഷിതരാക്കുന്നു. ഒരു വിധത്തിലുമുള്ള വിഘ്നം കുടക്കീഴിലിരിക്കുന്നവരുടെ സമീപത്ത് വരിക സാധ്യമല്ല. കുടക്കീഴിലിരിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പോലും സഹജമായി മാറുന്നു. പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾ പഞ്ഞിക്ക് സമാനം അനുഭവമാകും. സ്ലോഗൻ: പ്രഭുപ്രിയരും ലോകപ്രിയരും സ്വയം പ്രിയരുമാകുന്നതിനു വേണ്ടി സന്തുഷ്ടതയുടെ ഗുണം ധാരണ ചെയ്യൂ. അവ്യക്ത സൂചന: ഇപ്പോൾ ഉത്സാഹത്തിന്റെ അഗ്നി പ്രജ്വലിതമാക്കി യോഗം ജ്വാലാരൂപമാക്കി മാറ്റൂ. വിശേഷിച്ച് ഓർമ്മയുടെ യാത്രയെ ശക്തിശാലിയാക്കി മാറ്റൂ. ജ്ഞാനസ്വരൂപത്തിന്റെ അനുഭവിയാകൂ. താങ്കൾ ശ്രേഷ്ഠാത്മാക്കളുടെ ശുഭവൃത്തിയും മംഗളഭാവനയും ശക്തിശാലി വായുമണ്ഡലവും പിടയുന്ന, അലയുന്ന, നിലവിളിക്കുന്ന അനേകം ആത്മാക്കൾക്ക് ആനന്ദത്തിന്റെയും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ചെയ്യിക്കും. ഓം ശാന്തി.